ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുല്ലപ്പൂ കെട്ടുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. മുല്ലപ്പൂവിനൊക്കെ നല്ല വില കൂടിയ സമയമല്ലേ, അപ്പം ഒരു മുല്ലപ്പൂ കെട്ടുന്നത്, വീട്ടിൽ തന്നെ ഒരു മുല്ലപ്പൂ കെട്ടുന്നത് കാണിച്ചു തരാണ്. അത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ്. ഇതിനാവശ്യമായ സാധനങ്ങളാണ് പറയാൻ പോകുന്നത്. വെള്ളം, ടിഷ്യൂ പേപ്പർ, കളറ് കലക്കാനുള്ള പാത്രം. ഇത് വാട്ടർ കളറാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഏറ്റവും നല്ലത് ഫാബ്രിക് പെയിൻറ്റിൻ്റെ കളറാണ്. അപ്പം ഇതുപോലത്തെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഈ വലിപ്പത്തിൽ കട്ട് ചെയ്യണം. ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കുക. കാണില്ല തോന്നുന്നു. ഒരു മടക്ക് ഇങ്ങോട്ട്, ഇപ്പുറത്തേക്കൊരു മടക്ക്, ഇപ്പുറത്തേക്ക് ഇങ്ങനെ, ഇങ്ങോട്ടേക്കൊരു മടക്ക്, ഇങ്ങനെ ഫുൾ കംപ്ലീറ്റ് ഇങ്ങനെ മടക്കുക. ഫുള്ള് മടക്കി. എന്നിട്ട് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യുക. ഇപ്പുറത്തെ ഭാഗത്തിന് ഇങ്ങനെ കട്ട് ചെയ്യുക. ഈ ഭാഗവും രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ നിവർത്തുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് എത്ര ഇതളാണോ വേണ്ടത് വെച്ചാൽ എടുക്കുക. ഞാനിവിടെ 1 2 3 4 5 ഇതളാണ് എടുക്കാൻ പോകുന്നത്. 1 2 5 ഇതളെടുത്തു. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഞൊറിയിടുന്ന മാതിരി ഇങ്ങനെ 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 കാണിക്കുക. എന്നിട്ട് ഇതൊരു ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ ഒരു മുല്ലപ്പൂ കാണില്ലേ, മുല്ലപ്പൂവിൻ്റെ ഇതള് റെഡിയായി കണ്ടോ. അങ്ങനെ 2 റെഡിയായി. എന്നിട്ട് ബാക്കി വരുന്നത് ഇതുമാതിരി ഫുള്ള് 1 2 3 4 5 ഇതെടുത്തിട്ട് ബാക്കിയുള്ളത് ഇതുമാതിരി ഇങ്ങനെ ഞൊറിയിടുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഇത് പെയിൻ്റാണ്. ഇത് കുറേ ഉണ്ടാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് പെയിൻ്റ് എടുക്കുക. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കലക്കി കൊടുക്കുക.
ഈ പെയിൻറ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ തിരിക്കുമ്പോൾ തന്നെ തേക്കണേ. അതൊന്ന് കാണിച്ചു തരാം. ഒരെണ്ണം കൂടെ ഉണ്ടാക്കി കാണിച്ചിട്ട് ഇതെടുക്കുക. ഇങ്ങനെ ഒരു മടക്ക് ഇങ്ങോട്ട്, ഒരു മടക്ക് ഇങ്ങോട്ട്, ഒരു മടക്ക് ഇങ്ങോട്ട്. ഇതുപോലെ കംപ്ലീറ്റ് മടക്കി തീർക്കുക. ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാണ്. ഒരേ ലെവലിക്ക് മടക്കണം കേട്ടോ. അപ്പോൾ ശരിയായിട്ടില്ല. ഞാനതുകൊണ്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് എന്നിട്ട് നേരത്തെ മാരിനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. രണ്ട് സൈഡും ഇങ്ങനെ വെട്ടിക്കളയും. ഇവിടെ അതുപോലെ രണ്ട് സൈഡും ഇങ്ങനെ പൂരിപ്പിച്ച് വെട്ടും. എന്നിട്ട് ഇതങ്ങനെ നിവർത്തുക. എന്നിട്ട് എത്ര ഇതള, 4 ഇതൾ വേണമെങ്കിൽ 4 ഇതൾ, നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇതൾ വെക്കട്ടോ. താഴെ പോയി വെക്കട്ടെ. ഞാൻ 5 ഇതളാണ്. 4 ഇതൾ വേണ്ടവർക്ക് 4 ഇതൾ വെക്കാം. 1 2 3 4 5. ഇങ്ങനെ 5 ഇതൾ എടുത്തു. ക്ലിയറില്ല. ഇതെല്ലാം എടുത്തു കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നിറിയുക. എന്നിട്ട് ഇതിൽ നിന്ന് ലേശം പെയിൻറ്റ് കയ്യിലാക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ചു വെക്കുക. മുല്ലപ്പൂ റെഡിയായി. ഇതിലൊക്കെ അങ്ങനെ ആക്കി കൊടുക്കട്ടെ. ആദ്യമേ അങ്ങനെ ചെയ്യേണ്ടി വന്നു. എന്നിട്ട് നൂല് ഇതുപോലെ ഒരു നൂലിൽ, ഇത് ഞാൻ ആദ്യം കോർത്ത് വെച്ചത് കേട്ടോ. നൂലിൽ മുല്ലപ്പൂ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചെടുക്കുക. ഇങ്ങനെ ചുറ്റുക. എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. മൂടി കഴിഞ്ഞിട്ടുണ്ട്. വേറെ മൂടെടുക്കാം. ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ മുല്ലപ്പൂവ് റെഡിയാക്കിയെടുക്കാം. ഇതിൻ്റെ നമ്മൾ വെട്ടിയിട്ട് കളഞ്ഞ കഷ്ണങ്ങളാട്ടോ താഴെ വീണതാ. കഷ്ണങ്ങളൊന്നും വെറുതെ കളയണ്ട, വേസ്റ്റാക്കി കളയണ്ട. ഇതുപോലത്തെ മുല്ലേൻ്റെ മൊട്ടുകൾ ഉണ്ടാക്കിയെടുക്കുക. എങ്ങനെയാ അറിയാം? ഈ വേസ്റ്റ്
പേപ്പർ ഇങ്ങനെ വെട്ടുക. നേരത്തെ എടുത്ത അതേ രീതിയിൽ തന്നെ പേപ്പർ ഇങ്ങനെ വെട്ടുക. എന്നിട്ടൊരു ചതുര കഷ്ണം ഉണ്ടാക്കുക. ഇതിലേക്ക് ഇതൊക്കെ ഈ മുല്ലപ്പൂക്കെ ഉണ്ടാക്കിയപ്പോൾ വെട്ടിയ വേസ്റ്റാണ്. ആ വേസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുരുട്ടും ഇങ്ങനെ കാണിക്കുക. അത് ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് രസം എടുക്കുക. ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. അപ്പോൾ മുല്ലമുട്ട് റെഡി. ഒന്നുകൂടെ ചെയ്യാം. ഒരു കഷ്ണം ചതുര കഷ്ണം പേപ്പർ എടുക്കുക. പിന്നെ മുല്ലപ്പൂവിന് വെട്ടിയ വേസ്റ്റ് ഇതുപോലെ ചുരുട്ടുക. എന്നിട്ട് ഇതിലേക്ക് വെക്കുക. നടുക്ക് വെച്ച് കൊടുക്കുക. അത് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കളർ കലക്കിയതും കൂടെ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. അപ്പോൾ മുല്ലമുട്ട് റെഡിയായി.